യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അടുത്ത ബസ് ഇപ്പം തന്നെ വരും. അവിടെ പോയിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മാവൻ എന്നെ വിളിക്കണം. കാശ് തന്നെ അപ്പം തന്നെ അമ്മാവന്റെ അക്കൗണ്ടിൽ ഇട്ടോളാം. ശരി ശരി. ആ പ്രശോഭേ, ഇല്ല ഞാൻ വന്നോണ്ടിരിക്കുക. ആണോ? നീ പാർട്ടിയോട് അവിടെ ഇരിക്കാൻ പറ. ഞാൻ ഒരു 5 മിനിറ്റിനകത്ത് എത്തും. ആ കമ്പനിന്നാ. മനസ്സിലായി. നീ പെട്ടെന്ന് ചെല്ല്. ഞാൻ ബസ് ഒന്ന് കയറി പോയിക്കോളാം. ശരി അമ്മാവ, അവിടെ എത്തിയിട്ട് വിളിക്കണം. ആ വിളിക്കാം. ചിലങ്ക ബിസിയാണോ? എന്താ നീതു? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് വരൂ. എന്തു പറ്റി? വാ പറയാം. എന്താ? ചിലങ്കയുടെ ഫയലിൽ നിന്ന് ഒരു പേപ്പർ മിസ്സായില്ലേ? അതെടുത്തത് ആരാന്നറിയോ? അത് പിന്നെ ആ ദുഷ്ടൻ ദിലീപാ ആ പേപ്പർ എടുത്ത് മാറ്റിയത്. ദിലീപോ? അതെ, ആ അയാള് തന്നെയാ. അയാളെന്തിനാ വെറുതെ ആളുകളെ ഉപദ്രവിക്കുന്ന? അയാൾക്ക് ഹരവാ. നീതു ഇതെങ്ങനെ അറിഞ്ഞു? എന്റെ ഫയലിൽ ഒരു പേപ്പർ മിസ്സിംഗ് ആയിരുന്നു. അത് അന്വേഷിച്ച് ചെന്നപ്പോ ദിലീപ് സാറിന്റെ വേസ്റ്റ് ബിന്നില് ചിലങ്കയുടെ ഫയലിൽ നിന്ന് നഷ്ടപ്പെട്ട ആ പേപ്പർ കീറിയിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ തന്നെ ഈ കാര്യം മാനേജറോട് പറയണം. ഇന്ന് തന്നെ അയാളെ ഞാൻ... അയ്യോ വേണ്ട, അത് പ്രശ്നമാകും. എന്ത് പ്രശ്നം? ഇത് പറയാതിരുന്നാല പ്രശ്നം. അല്ല, ചിലങ്ക വിചാരിക്കുന്ന പോലെയല്ല കാര്യം. ഇവരോടൊക്കെ ഉടക്കി നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ദിലീപിനൊക്കെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് ഇവിടെ. അവർക്ക് ഇഷ്ടപ്പെടാത്തവരെ അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. എന്നാലും ഇത്രയും വൃത്തികേട് ചെയ്തിട്ടൊന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ പിന്നെ... അതങ്ങനെയാ. ചില കാര്യങ്ങളില് നമ്മൾ മൗനം പാലിക്കുന്നത് തന്നെയാ നല്ലത്. ഞാനെന്താ ഇങ്ങനെ പറയുന്നെന്ന് കരുതി ചിലങ്ക എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ചിലങ്കയോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത്. പക്ഷെ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അത് കഴിഞ്ഞു. ഇനി അതിന്റെ പേരില് ഒരു ചർച്ചയുണ്ടായാലും നമ്മൾ സഹിച്ച വേദനയും അനുഭവിച്ച നാണക്കേടും ഇല്ലാതെ വരില്ലല്ലോ. ഇപ്പൊ വകതിരിവോടെ മൗനം പാലിച്ച ഭാവിയിൽ വരാനുള്ള വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. ചെയ്യാത്ത തെറ്റിന്റെ പേരില് എന്നെ ക്രൂശി കയറ്റിയപ്പോ കണ്ടു രസിക്കാൻ ഇവനോടൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവർക്ക് കിട്ടാത്ത പരിഗണന ആർക്കും കിട്ടുന്നത് അവര് സഹിക്കില്ല. മാനേജർ ചിലങ്കയെ ഫേവർ ചെയ്തത് ആ ദിലീപിന് ഒട്ടും സഹിച്ചിട്ടില്ല. മാനേജറിന്റെ മുമ്പില് ചിലങ്കയെ മോശക്കാരിയാക്കാൻ ചെയ്ത പണിയേത്. അതല്ല നീതു, ഇന്ന് ഞാൻ ഇവരോട് ക്ഷമിച്ച നാളെ ഇനിയും ഓരോ ആളുകളോട് ഇവരിങ്ങനെ തന്നെ ചെയ്യില്ലേ? ഇല്ല, ചില കാര്യങ്ങൾ അങ്ങനെയാ. അറിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ണടക്കേണ്ടി വരും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ചിലങ്കയ്ക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. അപ്പൊ ക്ഷമിച്ച് ഇവരെയൊക്കെ മനസ്സിലാക്കാനുള്ള അവസരമായിട്ട് ഇതിനെ കണ്ട് കൂടുതൽ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക വേണ്ടത്. ഈ ഒരു സംഭവം വിട്ടുകള. അത് മറന്ന് ജോലിയിൽ ശ്രദ്ധിക്കുക. ശരി. എന്തായാലും വിവരം അറിഞ്ഞപ്പോ എന്നോട് പറയാൻ മനസ്സ് കാണിച്ചല്ലോ. താങ്ക് യു. വാ, ഇനിയും മാറി നിന്ന് അവര് ശ്രദ്ധിക്കും. പിന്നെ ഒന്നുകൂടി മനസ്സിൽ വെച്ചോ, ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ദിലീപ് സാറിനെയും ആ ജോബിയെയാ. ശരി. നീതു വാ. ഈ ദുഷ്ടന്മാര് ചെയ്ത പ്രവൃത്തിക്ക് ഞാൻ പാവന്റെ വിനേട്ടനെ തെറ്റിദ്ധരിച്ചു പോയല്ലോ ദൈവമേ.
ശരിയടാ, വന്നാ മതി. നിന്നെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. എത്രയോ? ആ ശരി ശരി. ആ വിനയ, ആ നീ ഇവിടെ ഇരിക്കാൻ പോവാണോ? നന്നായി. ഞാനേ ഒന്ന് കട വരെ പോവാം, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എന്ത് സാധനങ്ങള്? ആ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണ്ടേ, അതിനാവശ്യമുള്ള സാധനങ്ങള്. അതൊക്കെ പിന്നെ വാങ്ങിക്കാം. അച്ഛനോട് ഇരുന്നേ. ആ ഇരിക്കാനോ? അതെ അച്ഛാ, എന്നും ഈ ആകാശം നോക്കി കിടന്ന് എനിക്ക് ഭ്രാന്ത് വരാറായി. അച്ഛന് കുറച്ച് സമയം എൻ്റെ അടുത്തിരുന്ന് സംസാരിച്ചാലെന്താ? ഞാൻ നിന്നോട് എന്ത് സംസാരിക്കാനാ? ഓ, നീ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയണമെന്നല്ല നീ പറഞ്ഞത്. ആ ദേ, നിന്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് അങ്ങോട്ട് പോവാലോ? ഹാ, അച്ഛൻ അവിടെ നിൽക്കേ. ഒരാള് വീട്ടിൽ കയറി വരുമ്പോ മറ്റൊരാൾ ഇറങ്ങി പോകുന്നത് മര്യാദയല്ലല്ലോ. നമസ്കാരങ്ങൾ. ആ നമസ്കാരം. സജി ഇരിക്ക്. പാടാ ഇരിക്കെ. എന്താ വിനയ, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞ? പറയാം. അച്ഛനും ഇരിക്കെ. ഇരിക്കുന്നേ. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കാൻ പോവാ. ഞാൻ എന്തായാലും ഇങ്ങനൊരു അവസ്ഥയിലായി. മരണം വരെ എനിക്കിനി ഇങ്ങനൊരു അവസ്ഥയിലേ പോകാൻ പറ്റും. എൻ്റെ വിധിയായിരിക്കാം. ഞാൻ കാരണം മറ്റാരും ബുദ്ധിമുട്ടരുത് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മാത്രമല്ല, എന്റെ മറ പിടിച്ച് ആര് തന്നിഷ്ടം കാട്ടി കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കുന്നതും എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് നീ നല്ലൊരു അഡ്വക്കേറ്റിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്നെ അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക് എത്തിച്ചാലും മതി. നീ എന്തൊക്കെയാ പറയുന്നേ? അഡ്വക്കേറ്റിനെ വരുത്തിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ ചീരുവിനെ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. രണ്ടുപേർക്കും രക്ഷപ്പെടാൻ അതാ ഒരു വഴി. സജി, അപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കും. എനിക്ക് റേഷൻ കട അടയ്ക്കുന്നതിന് മുമ്പ് പോയിട്ട് അരി വാങ്ങിക്കണം. എടാ വിനയ, നീ എന്ത് മണ്ടത്തരടാ കാണിക്കാൻ പോകുന്നത്? ഒരു ഭാര്യയുടെ സഹായം ആവശ്യമുള്ള സമയത്ത് നീ അവളെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന വെച്ചാ? എടാ, നീ ചെന്ന് അച്ഛൻ പോയോ അതോ അവിടെ എങ്ങനെ പതുങ്ങിയിരിപ്പുണ്ടോ നോക്കിട്ട് വാ. അങ്കിള് പോയി. പാവം ടെൻഷൻ കൊണ്ടാവും പെട്ടെന്ന് എണീറ്റ് പോയത്. എടാ, നീ ഒന്നുകൂടെ ആലോചിക്കേ. ഇതൊന്നും എടുത്തു ചാടി എടുക്കേണ്ട തീരുമാനമല്ല. അതിന് ആര് ഡിവോഴ്സ് ചെയ്യുന്നടാ? ഇതൊക്കെ വിനയന്റെ ഒരു നമ്പറല്ലേ? നമ്പരോ? ഞാൻ ചീരുവിനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് കേട്ട ഉടനെ തന്നെ എന്റെ അച്ഛൻ ചാടി പുറപ്പെട്ടത് കണ്ടോ? അങ്ങരുതേ ഇപ്പൊ തന്നെ അവളെ വിളിച്ചറിയിക്കും. അതോടെ പിണങ്ങിപ്പോയ ചീരു വാലിന് തീ പിടിച്ച പോലെ ഓടി വരും. അപ്പൊ പിണങ്ങിപ്പോയ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ കാണിച്ച ബുദ്ധിയാണോ ഇത്? അതെ, വിനയനോടാ അവളുടെ കളി. എടാ നാറി, നിന്റെ ഈ നാണം കെട്ട കളി കാണാനാണോ എന്നെ നീ വിളിച്ചു വരുത്തിയേ? പ്രഗ്നന്റ് ആയ ഭാര്യയെ ചെക്കപ്പിന് കൊണ്ടുപോകുന്നത് മാറ്റിവെച്ചാ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത്. അതൊന്നും കുഴപ്പമില്ലടാ. ഭാര്യമാർക്ക് വേണ്ടി അധികം ഓടാതിരിക്കുന്നതാ നല്ലത്. എന്റെ അവസ്ഥ കണ്ടില്ലേ? നീ ഈ അവസ്ഥയിലായതുകൊണ്ടാ. ഇല്ലേ രണ്ട് പൊട്ടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. മേലിൽ എന്നെ ഒരു ആവശ്യത്തിന് വിളിച്ചു വരുത്, പറഞ്ഞേക്കാം. പോടാ, പോയി ഭാര്യയെ സഹായിക്ക്. അവസാനം എന്റെ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്ക്. പോടാ. അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? മാഷിന്റെ സ്വന്തം വീട് താമസിക്കാൻ ആളില്ലാതെ പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ പിന്നെ മാഷ് എന്തിനാ എവിടെ വന്ന് താമസിക്കുന്നേ? അത് നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. സുശീലയും മോള് ഇറങ്ങിപ്പോയ വീട്ടിൽ വന്ന് നിൽക്കാൻ മാഷിനും അച്ഛനെ ഇവിടെ പാർപ്പിക്കാൻ മാഷിന്റെ മോൾക്കും
ഒരു പ്രത്യേക സുഖം തന്നെ ഉണ്ടാവും. മധുരപ്രതികാരം തീർത്തതിന്റെ സുഖം. അമ്മേ, അനു അച്ഛനും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ അമ്മ ഇപ്പൊ പറയുന്നേ. വെറുതെ എന്തിനാ അമ്മേ വീട്ടിൽ വരുന്നവരൊക്കെ ഇങ്ങനെ അപമാനിക്കുന്നേ? നിനക്ക് അപമാനമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോയിക്കോടാ. ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ ഞാൻ അറിയാതെ ആര് നുഴഞ്ഞു കയറാൻ നോക്കിയാലും ഞാൻ അതിനെ ചോദ്യം ചെയ്യും. ഞാൻ എന്റെ മോളെയും കുഞ്ഞിനെയും ഒന്ന് കാണാൻ വന്നാ സുശീലെ. കണ്ടിട്ട് ഇറങ്ങുമ്പോഴാ സുശീല വന്നത്. ഞാൻ പോയിക്കോളാം. വെറുതെ ഇതിന്റെ പേരിൽ അമ്മയും മക്കളും തമ്മിലൊരു സംസാരം വേണ്ട. ആ, എന്റെ 2 ആൺമക്കളെ എനിക്കെതിരെ തിരിച്ച് വിജയശ്രീ ലളിതനായി പോവല്ലേ? കൊള്ളാം മാഷേ. നിങ്ങളുടെയും നിങ്ങളുടെ മകളുടെയും കണക്കുകൂട്ടൽ പോലെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്റെ മക്കൾക്ക് ഒരു കാര്യത്തിലും അമ്മയുടെ അഭിപ്രായമോ അനുവാദമോ ഒന്നും ആവശ്യമില്ല. അല്ല, ഉപദേശിക്കാൻ ആദർശശാലിയായ അനന്തമാഷുണ്ടല്ലോ. അമ്മേ, നടക്കട്ടെടാ, നടക്കട്ടെ. അമ്മായിയപ്പന്റെ ഉപദേശത്തിൽ നീ ഇനി എവിടെ എത്തുമെന്നും എന്തൊക്കെ നേടുമെന്നും ഞാനൊന്ന് കാണട്ടെ. അമ്മയ്ക്കിത് എന്തിന്റെ കേടാ? ഒരു മനുഷ്യൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുന്നെന്ന് കരുതി എന്തും വിളിച്ചു പറയാന്ന് കരുതരുത്. അച്ഛാ, സോറി. അമ്മ പറയുന്നൊന്നും അച്ഛൻ കാര്യാക്കണ്ട. അച്ഛൻ പോയിക്കോളൂ. അവന്റെ ഒരു സോറി. ഓ, നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. കോണിച്ചു തരാടി ഞാൻ. എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇന്ദിര. നീ ചെന്ന് അമ്മ എന്തിനാ വന്നതെന്നൊന്ന് അന്വേഷിക്കും. സോനയും കുഞ്ഞിനെയും അവിടെ നിർത്തി പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വരണമെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായി കാണും. അതെന്താണെന്ന് ചോദിച്ചറിഞ്ഞ് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്ക്. ഞാൻ ഇറങ്ങാം. അത് പിന്നെ എന്റെയും സോനയുടെയും പൊട്ടിപ്പൊളിഞ്ഞ പഴയ ചില ആഭരണങ്ങളും ഞങ്ങളുടെ ജാതവും കുറച്ച് രേഖകളും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ നോക്കാം. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ വീട്ടിലുള്ളതെല്ലാം അമ്മയുടേതാ. അമ്മയ്ക്ക് എന്ത് വേണേലും എടുക്കാലോ. ഓ, എനിക്ക് നിന്റെ സ്വത്തും മുതലൊന്നും വേണ്ട. ഈ സ്വർണ്ണപ്പൊടികൾ ഞാൻ പണ്ട് അടുക്കളപ്പണിക്ക് പോകുമ്പോ സ്വരുക്കൂട്ടി വെച്ച കാശ് കൊണ്ട് വാങ്ങിയതാ. എനിക്കും എന്റെ മോൾക്കും പണ്ടത്തെ പോലെ ദാരിദ്ര്യം വരുമ്പോ ഇത് ഉപയോഗപ്പെടും. ആ, പിന്നെ ജാതകം എടുത്തത് എനിക്കിനി എത്ര ആയുസുണ്ടെന്ന് അറിയാനും എന്റെ മോൾക്കിനി ഒരു കുടുംബജീവിതം ഉണ്ടാവുമെന്നും ജ്യോതിഷരെ കൊണ്ടു നോക്കിക്കാനും വേണ്ടിയാ. അമ്മ വീണ്ടും ഞങ്ങളെ സങ്കടപ്പെടുത്തി പോവല്ലേ? അയ്യോ, ആർക്കാടാ സങ്കടം? നിങ്ങൾ എല്ലാവരും കൂടി വീണ്ടും വീണ്ടും എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കല്ലടാ ചെയ്തത്. ആ ശ്യാമിന്റെ അച്ഛൻ ഇവിടെ വന്ന് സംസാരിച്ചതും
അവൻ ഒരു ഭ്രാന്തനെ പോലെ സോന ജോലി ചെയ്യുന്ന സ്ഥലത്ത് കിടപ്പുണ്ടെന്ന കാര്യവും നിങ്ങൾ എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ? പിന്നെ എനിക്ക് എന്താണ് ഒരു വില? ഞാൻ നിങ്ങളുടെ അമ്മയാന്ന് പറയുന്നതിൽ എന്താ അർത്ഥം? അമ്മ അത് സത്യമായിട്ട് അമ്മ അത് അറിയിക്കാതിരുന്നത് അമ്മ വിഷമിക്കണ്ടെന്ന് കരുതി മാത്രമാണ്. ശ്യാമിനെയും അവന്റെ അച്ഛനെയും ഈ നാട്ടിൽ നിന്ന് തന്നെ കെട്ടുകെട്ടിക്കാന്നാ ഞങ്ങളുടെ തീരുമാനം. അതെ അമ്മേ, ശ്യാമ് സോന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള കാര്യം അത് അവൾക്ക് ആദ്യം അറിയായിരുന്നു. എന്നിട്ട് അവൾ അമ്മയെ അറിയിച്ചോ? ഞാൻ അവളെ കാണാൻ മനസ്സിലെത്തിയപ്പോ യാദൃശ്ചികമായി ശ്യാമിനെ അവിടെ വെച്ച് കാണുമായിരുന്നു. അന്ന് അവളെ എന്നോട് പറഞ്ഞത് അമ്മ അക്കാര്യം അറിയിക്കരുതെന്ന്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നെന്ന് നീ അവളോട് ചോദിച്ചോ? ഇല്ല, നീ നിന്റെ ഏട്ടനും കൂടി അമ്മയെ അറിയണ്ടെന്നങ്ങ് തീരുമാനിച്ചു അല്ലേ? അയ്യോ, അങ്ങനെയല്ലമ്മേ. അമ്മ അറിഞ്ഞ അവൾക്ക് അമ്മയെ അഭിമുഖീകരിക്കാൻ വിഷമമുണ്ടാവില്ലേ? അമ്മയും അവളും ഒരുമിച്ചല്ലേ കഴിയുന്നത്. കുറച്ച് കഴിയുമ്പോ സോന തന്നെ അമ്മയെ ആ വിവരം അറിയിക്കാന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങളത് പറയാതിരുന്നത്. ആ അതന്നെടാ ഞാനും പറഞ്ഞത്. നിങ്ങൾക്കിപ്പോ എന്റെ അഭിപ്രായം ആവശ്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കുക. അല്ല, എന്നിട്ട് എന്താ എന്റെ മക്കളുടെ അടുത്ത പ്ലാൻ? അല്ല, ഞാൻ അറിയാതെ പെങ്ങളുടെ ഭർത്താവിന്റെ ഭ്രാന്ത് മാറ്റി അവനെ വീണ്ടും സ്വീകരിക്കാൻ വേണ്ടിട്ടാണോ? സ്വീകരിക്കാനോ? ഞങ്ങൾ ശ്യാമന്റെ കാര്യത്തില് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? എടാ, പിന്നെ എന്തിനാടാ സോന ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ കടത്തിയിരിക്കുന്നേ? അവനെ ശുശ്രൂഷിക്കുന്നതും അവള് തന്നെയാണല്ലോ. അങ്ങനെയാണല്ലോ അവന്റെ തന്ത വന്ന് പറഞ്ഞത്. എന്റെ മോളിപ്പോ പഴയ ആളൊന്നുമല്ല. വലിയ പക്വതയും ആദർശ ചിന്തകളുമായിട്ട് അങ്ങ് വളർന്നുകൊണ്ടിരിക്കുക. ഇനി ചിലപ്പോ അവനൊരു പുനർജന്മം കൊടുത്താലോന്ന് അവക്ക് തോന്നിക്കൂടായികയില്ല. ഇല്ല അമ്മേ, സോന ഒരിക്കലും അതിന് തയ്യാറാവില്ല. അവളുടെ ജോലി മാത്രം ചെയ്യുന്നത്. ശ്യാം അവളുടെ മുമ്പില് ഒരു പേഷ്യന്റ് മാത്രമാ. അതിനപ്പുറം ഒരു അനുകമ്പയും അവനോടുണ്ടാവില്ലെന്നാ സോന എന്നോട് പറഞ്ഞിരിക്കുന്നത്. അമ്മ ഇപ്പൊ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്ത് വേണമെന്ന് അമ്മ തന്നെ പറ. ഞങ്ങൾ അതുപോലെ ചെയ്തോളാം. അസുഖം ഭേദമായ ശ്യാമിനെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യും. അവൻ രക്ഷപ്പെട്ടു പോകുന്നെങ്കിൽ പോകട്ടെ എന്ന സോനയുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ചിന്തകളൊക്കെ ഇപ്പൊ വേറെ ലെവലില്ല. അതിന് നമ്മളത്ര വില കൊടുക്കണ്ട. പക്ഷേ ആ ഭ്രാന്തൻ ഇനി നമ്മുടെ കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ഒരിടത്തും ഗതി പിടിക്കാതെ കയ്യിലുള്ളതൊക്കെ ദൂർത്തടിച്ച് നശിച്ച് നാറാണക്കല്ലെടുത്ത് വന്നിരിക്കവൻ. അവന്റെ രോഗം മാറിയാലും അവനെ കൊണ്ട് ഒരു ഗുണം സോനയ്ക്കോ അവന്റെ കുഞ്ഞിനോ ഈ കുടുംബത്തിനോ ഉണ്ടാവാൻ പോകുന്നില്ല. അവള് ജോലി ചെയ്ത് അവനെ തീറ്റിപ്പോറ്റേണ്ട ഗതി വരും. അവന്റെ തന്തയാണെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ സോനയുടെ തലയിൽ തന്നെ വീണ്ടും കെട്ടിവെക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് എത്രയും വേഗം നിയമപരമായി അവരുടെ ബന്ധം വേർപ്പെടുത്തണം. അല്ല, അതിലേക്കൊക്കെ ഇപ്പൊ പോണോമ്മേ? പോയേ പറ്റൂ. ഇന്ദ്ര, എന്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില നീ കൽപ്പിക്കുന്നെങ്കിൽ നാളെ തന്നെ നീ ഒരു വക്കീലിനെ പോയി കാണണം. ശ്യാമിന്റെ സോനയുടെയും വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണിത്. ഇതിൽ ശ്യാമിന്റെ വിവരങ്ങളെല്ലാം ഉണ്ട്. അല്ല, വക്കീലിനെ നീ കാണുന്നോ അതോ ഞാൻ പോണോ? വേണ്ടമ്മേ, ഞാൻ പോയി കണ്ടോളാം. അമ്മയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഒന്നും വേണ്ട. എനിക്ക് വേണമെങ്കിലേ എന്റെ വീട്ടിൽ കയറി എടുത്തു കുടിക്കാം. നീ എന്നെ ഇവിടുത്തെ വിരുന്നുകാരിയാക്കാൻ നോക്കണ്ട. അമ്മേ, അമ്മേ, അമ്മേ. ആരാ ഇത്? കൊച്ചെന്താ തിരിച്ചു പോവാണോ? അല്ല, വീട്ടിലാരും ഇല്ലേ? ഉണ്ട് ഭാനുമ്മേ, അനുചേച്ചിയും സത്യൻ സാറുണ്ട്. പിന്നെന്തു പറ്റി? ഇന്ന് നിന്റെ വകയായിരിക്കും പാചകം എന്ന് കരുതിയാ ഞാൻ നേരത്തെ വന്നു. നീ വീട്ടിൽ കാണുമെന്നാണല്ലോ അനുപമ പറഞ്ഞത്. അതെ, പക്ഷെ പെട്ടെന്ന് തീരുമാനം മാറ്റി. സത്യൻ സാർ എന്നോട് ഓഫീസിലെ ജോലി മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞോ? അല്ല, ഇന്ന് ഓഫീസ് അവധിയാണെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എന്താ ജോലി? ഞാൻ അവനോടൊന്ന് ചോദിക്കട്ടെ. കൊച്ചെന്റെ ഒപ്പം വാ. അയ്യോ വേണ്ട ഭാനുമ്മേ,
ഇനി ഒന്നും ചോദിക്കണ്ട. എനിക്കിനി ഒരിക്കലും ആ വീട്ടിലേക്ക് വരാനും പറ്റില്ല. ഈശ്വര, എന്താ ഇത്? എന്താ മോളെ ഉണ്ടായത്? എന്തിനാ നീ കരയുന്നേ? എന്തൊക്കെയോ ആണെന്ന് പ്രതീക്ഷിച്ചു, അങ്ങനെയൊന്നും അല്ലെന്ന് മനസ്സിലായി. ഇനി നിൽക്കുന്നില്ല ഭാനുമ്മ, പോവാ. മോളെ, നാളെ ശരിയായി കൊണ്ടുവരണം കേട്ടോ. ഇത് നോക്കിയിട്ട് രാവിലെ 11 മണിക്ക് മുമ്പ് തോമസ് സാറിനെ തിരിച്ചേൽപ്പിക്കാൻ പറഞ്ഞു. അയ്യോ, രാവിലെയോ? അതെ. എന്തു പറ്റി ചിലങ്കെ? അല്ല, നാളെ 11 മണിക്ക് നോക്കിയിട്ട് കൊടുക്കാൻ സാർ ഒരു ഫയല് കലേശൻ ചേട്ടന്റെ കയ്യിൽ കൊടുത്തയച്ചു. അതിനെന്താ, 1 മണിക്കൂർ പോരെ അത് നോക്കാൻ? രാവിലെ നോക്കിയ പോരെ? അത് നാളെ ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ദിവസം. ഞാനത് സാറിനോട് പറഞ്ഞതാ. രാവിലെ 1 മണിക്കൂർ പെർമിഷനും ചോദിച്ചതാ. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യ്, ആ ഫയലിങ്ങതാ, ഞാൻ നോക്കിയിട്ട് കൊടുക്കാം. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നാ മതി. അപ്പോ സാറിനോട് എന്തു പറയും? സാറിനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഇതിപ്പോ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അതെ, എന്തെങ്കിലും ടെൻഷന്റെ ഇടയിൽ സാറ് മറന്നുപോയതായിരിക്കും. ആയിരിക്കല്ലേ? ആ, ചിലങ്ക ആ ഫയലിങ്ങതാ. ഇനി സമാധാനായിട്ട് വീട്ടിൽ പോയിക്കോ. താങ്ക്സ് നീതു. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ശരി. 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 ശബരി, ആ രഘുവേട്ടനോ? കേറി വാ, ഇരിക്കെ. ആ, എന്തൊക്കെയുണ്ട് രഘു വിശേഷം? കമ്പനിയൊക്കെ നന്നായി പോകുന്നോ? ആ, കുഴപ്പമില്ലാതെ പോകുന്നു. ശബരി, എനിക്കൊരു ആശയക്കുഴപ്പം. അതൊന്ന് ശബരിയോട് സംസാരിച്ച് തീരുമാനിക്കാന്ന് കരുതി. എന്താ രഘുവേട്ട? ഏജന്റ് കൊണ്ടുവന്ന ഒരു ഫോറിൻ ഓർഡറിന്റെ കാര്യമാ. ഓഹോ, അയാള് രഘുവേട്ടന്റെ അടുത്തേക്ക് വന്നോ? ഞാനത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടതാ. ആ, എന്നാലും അവരുടെ മാർജിൻ കേട്ടപ്പോ നമ്മളിപ്പോ കൊടുക്കുന്നതിന്റെ 4 ഇരട്ടി കൂടുതലല്ലേ? അത് ശരിയാ, പക്ഷെ നമ്മൾ എന്ത് വിശ്വസിച്ച ഇത്രയും റിസ്ക് എടുക്കുന്നത്? അവര് മെറ്റീരിയലും തരില്ല, അഡ്വാൻസും തരില്ല. ആ റിസ്ക് നമ്മൾ എടുക്കണം, അത്രയും ഫണ്ടും ഉണ്ടാക്കണം. അതാ ഞാനത് ഒഴിവാക്കിയത്. എനിക്ക് അതെടുത്താൽ കൊള്ളാന്നുണ്ടായിരുന്നു. പക്ഷേ ശബരി ഇങ്ങനെ പറയുമ്പോ ഞാൻ പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടും ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ. പക്ഷെ രഘുവേട്ടന്റെ യുക്തിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാം. ഇത്തരം തീരുമാനമാണ് ജീവിതത്തിന്റെ വഴിത്തിരിവുകളാവുന്നത്. പക്ഷെ അത് എല്ലാവർക്കും സാധിക്കില്ല. എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. രഘുവേട്ടൻ ശരിക്കും ഒന്നുകൂടി ആലോചിക്കുക. മനസ്സിന് ശരിയെന്നും നല്ലതെന്നും തോന്നുന്നത് ചെയ്യുക. ശരി ശബരി, ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ രഘുവേട്ട, എന്ത് തീരുമാനമെടുത്താലും അത് നല്ലതാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. രഘു, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ആ ഏജന്റ് ശബരിയെ കാണാൻ വന്നപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു. ഞാനതെല്ലാം വിശദമായി കേട്ടതാ. ഇതൊരു നല്ല അവസരം. ശബരിക്ക് അതിനുള്ള ബുദ്ധിയുമില്ല, യോഗവുമില്ല. അങ്ങനെ പറയരുത്. ശബരിയുടെ ഇത്രയും വർഷത്തെ പരിചയത്തില് എന്ത് തീരുമാനം എപ്പോ എടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശബരി പറയുന്നത് ശരിയായിരിക്കും. അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ജോലി ചെയ്ത പരിചയത്തിലേ പ്രായമായവരൊക്കെ ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇപ്പൊ കമ്പനികളെ മുട്ടിയിട്ട് നടക്കാൻ പറ്റുമായിരുന്നു രഘു. ഇതൊക്കെ ഒരു യോഗ. വന്നു കയറുന്ന മഹാലക്ഷ്മിക്ക് നേരെ പുറം തിരിഞ്ഞ് നിൽക്കരുത്. കിട്ടുന്ന അവസരം
കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും ഉപയോഗിച്ച വലിയ വിജയം ഉറപ്പായിട്ടും കിട്ടും. ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്ങനെ തനിച്ചിരിക്കുന്ന? കൂടെ ഇരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അച്ഛനെവിടെ ഇല്ലേ? അച്ഛനെവിടെ പോയി? നാളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോണം. രാവിലെ നേരത്തെ ഇറങ്ങണം. ആവശ്യം പറഞ്ഞപ്പോ 1 മണിക്കൂർ മാനേജർ പെർമിഷൻ തന്നിട്ടുണ്ട്. അത് കൃത്യമായി പാലിച്ചാലേ ഇനിയൊരാവശ്യത്തിന് അദ്ദേഹത്തോട് പെർമിഷൻ ചോദിക്കാൻ പറ്റൂ. ഞാൻ ചായ ഉണ്ടാക്കട്ടെ? അച്ഛനെവിടെ ഇല്ലാത്തതുകൊണ്ടൊന്നും കുടിച്ചു കാണില്ലല്ലോ. സോറി. സോറിയോ? എന്നോടോ? എന്തിന്? ഓഫീസ് ഫയലിൽ നിന്ന് പ്രധാനപ്പെട്ട 2 പേപ്പർ നിങ്ങളായിരിക്കും മാറ്റിയതെന്ന് ഞാൻ വിചാരിച്ചു. എന്നാ അത് നിങ്ങളല്ല ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. അത് ഓഫീസിൽ വെച്ച് തന്നെ സംഭവിച്ചൊരു പിഴവായിരുന്നു. ചില സത്യങ്ങൾ തെളിയും, ചിലത് തെളിയാതെ പോവും. എന്റെ കാര്യങ്ങൾ പലതും അങ്ങനെയാ. നല്ല